പറഞ്ഞോ എന്നതാ വേണ്ടെന്ന്? എനിക്കിപ്പോ ഒന്നും വേണ്ട, ഞാനൊരു കോള് വിളിക്കട്ടെ. ചേച്ചി ഇതൊക്കെ എടുത്തോ. ഹലോ ഹലോ, നിനക്കെന്നാടി സുഖമില്ലേ മോളെ? ആ നല്ല സുഖമല്ല. അയ്യോടി, എന്നാ പറ്റി എന്റെ കൊച്ചിന്? ഞാൻ ഗ്രേസ് ആന്റിയെ വിളിച്ചപ്പോ ആന്റി പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. ആന്റിയെ വിളിച്ചാൽ എങ്ങനെയാ എന്റെ കാര്യം അറിയുന്ന? ഓ, ഞാൻ നിന്നെ വിളിച്ച് ചോദിക്കണായിരുന്നല്ലേ മോളെ നിനക്ക് വല്ല അസുഖം ഉണ്ടോന്ന്. അങ്ങനെ അല്ലായിരുന്നോ വേണ്ടത്? ഈ ഗ്രേസ് ആന്റിയൊക്കെ എന്നാ ഉണ്ടായത്? നീ ഉണ്ടായി കഴിഞ്ഞാണ് എന്തായാലും ഗ്രേസ് ആന്റി ഉണ്ടായത്, അതിലെനിക്ക് യാതൊരു സംശയമില്ല. അതറിയായിരുന്നല്ലോ. എന്നിട്ടാണോ എന്നെ വിളിക്കാതെ ഗ്രേസ് അമ്മയെ വിളിക്കാൻ പോയത്? അതോ, അത് ഞാൻ വേറൊരു കാര്യത്തിന് വിളിച്ചതാ. പിന്നെ വേറൊരു കാര്യം, ഞാൻ അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? നീ അവിടുത്തെ പ്രധാനമന്ത്രിയാണെന്നും നീ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കത്തില്ലെന്നും. അപ്പൊ എന്നതാ ചെയ്യണ്ടേ? എന്നെ വിളിച്ച് ചോദിക്കണായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ, എന്തെങ്കിലും അസൗകര്യം ഉണ്ടോന്ന്. അത് ചോദിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ വിളിച്ചത്. അതെല്ലാം ഞാൻ ചോദിച്ചിരിക്കുന്നു. ഇനി നടക്കത്തില്ല. ടൈം പാസ്ഡ് അവേ എന്ന് വെച്ചാ സമയം കഴിഞ്ഞു പോയിന്ന്, അല്ലാതെ ചത്തുപോയെന്നല്ല. നീ ഏത് കോളേജിലാ പഠിക്കുന്നേ? വേണ്ട വേണ്ട, എന്നോട് മുട്ടിക്കൂടാനൊന്നും നോക്കണ്ട. ഞാൻ ഒരു കാര്യത്തിലും സഹകരിക്കത്തില്ല, മിണ്ടും പോലും വരത്തില്ല. എല്ലാം ഗ്രേസമ്മയോട് ആലോചിച്ചാ മതി. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ മോളെ, നമുക്ക് നേരിട്ട് ഏറ്റുമുട്ടാം. ആ ഇങ്ങോട്ട് വായോ. എടി നിർത്തുവാണേ, ബാക്കി അവിടെ വന്നിട്ട്. ശരി. രേവതിക്കുട്ടി പിണക്കത്തിലാണോ? നമ്മളങ്ങോട്ട് ചെല്ലട്ടെ എന്ന് ചോദിക്കാൻ ഞാൻ ഗ്രേസ് ആന്റിയെ വിളിച്ചത്, അത് അവൾക്ക് കെറുവായി. ഗ്രേസ് ആന്റിയോടല്ലായിരുന്നോ ചോദിക്കേണ്ടത്? അതൊക്കെ ശരിയാ, പക്ഷേ അതൊക്കെ മേലെയാ അവളുടെ സ്ഥാനം. നമുക്കങ്ങോട്ട് ചെന്ന് ശരിയാക്കി കൊടുക്കാം. മതി മതി, എല്ലാരും കാറിലോട്ട് കയറി, മഴ വരുന്നു. വാ.